ഹേ ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ വൈകുന്നേരം ചായക്കടിക്ക് നമ്മൾ പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദിയാകൃഷ്ണൻ്റെ വ്ളോഗ്സ് കാണുന്നവർക്കൊക്കെ അറിയാം ദിയാകൃഷ്ണൻ്റെ ഫേവറേറ്റ് പഴംപൊരി ഉണ്ടാക്കണം കേട്ടോ. അതിന് വേണ്ടി നമ്മൾ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് കളർ പൊടിയും പഞ്ചസാര ഇട്ടെടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവരെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മളിവിടെ ദോശമാവാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ദിയാകൃഷ്ണൻ്റെ വ്ളോഗ്സ് കാണുമ്പോൾ ഒക്കെ വിചാരിക്കും ഈ ഒരു പഴംപൊരി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എങ്ങനെ ഉണ്ടെന്ന് നോക്കണം എന്ന് വിചാരിക്കും. അങ്ങനെ നമ്മളിതാ ആ മാവ് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു പഴംപൊരിയാണ് ഉണ്ടാക്കുന്നത്. ദിയാകൃഷ്ണൻ്റെ ഫേവറേറ്റ് പഴം പൊരിച്ചത് അല്ലെങ്കിൽ വാഴക്കപ്പാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിന് വേണ്ടി നമ്മൾ മാവ് നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേന്ത്രവാഴക്കയാണ്. അപ്പോൾ ഒരു മീഡിയം പഴുപ്പിലുള്ള നേന്ത്രവാഴക്ക നമ്മൾ വേണ്ട ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പഴംപൊരിക്ക് വേണ്ട മാവും പഴമൊക്കെ നമുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് എണ്ണ നല്ലൊന്ന് ചൂടായതിന് ശേഷം ഈ പഴംപൊരി ഈ മാവിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മളിതൊന്ന് പൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ചട്ടി നല്ല ചൂടായതിന് ശേഷം എണ്ണ നല്ല തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് നമ്മളിതാ എടുത്ത് വെച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ വാഴക്ക അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മളതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഇതിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ ഈ പഴം മുക്കിയിട്ട് ആ എണ്ണയിൽ പോകുമ്പോൾ തന്നെ നല്ല പഫായിട്ട് അത് നല്ലോണം ഒന്ന് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പഴംപൊരിയൊക്കെ ഇഷ്ടമുള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ദിയാകൃഷ്ണൻ്റെ ഫേവറേറ്റ് പഴംപൊരി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പഴംപൊരി കഴിച്ച് നോക്കുമ്പോൾ അതിലേറെ ടേസ്റ്റ് കേട്ടോ. ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചപ്പോൾ ഒരു പാത്രം പഴംപൊരി ഉണ്ടായിരുന്നു. നമ്മൾ ചായക്ക് എടുക്കാൻ നോക്കിയപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കുക. ബൈ.